ഹലോ ഗൈസ്, ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അതിനേക്കാൾ ഒരു ഭയങ്കര സങ്കടമാണോ എനിക്കറിയത്തില്ല. ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. ചേട്ടനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അത് കഴിഞ്ഞ് ചേട്ടായി പുറത്ത് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാനും വരുവാന്ന് പറഞ്ഞിട്ട് ചേട്ടാൻ്റെ പുറകെ ഡ്രസ്സൊക്കെ മാറി ഓടിപ്പോയി. അപ്പോൾ ചേട്ടാ പറഞ്ഞു ഇപ്പോൾ വന്നാൽ ശരിയാവില്ല, നീ വീട്ടിൽ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുവാ, എനിക്ക് ചേട്ടാൻ്റെ അടുത്ത് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിൻ്റെ അവസ്ഥ നിനക്കല്ലേ അറിയാവുള്ളൂ, അപ്പം നീ ഇപ്പം ഇങ്ങനെ വന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ എങ്ങനെ ഇത് ചേട്ടായുടെ പപ്പേനോടും മമ്മീനോടും പറയണം, എൻ്റെ പപ്പേനോടും അമ്മേനോടും പറയണം. അപ്പം ഞാൻ ആദ്യം മമ്മീനോട് പോയി പറഞ്ഞു. മമ്മീനോട് പറഞ്ഞു മമ്മിയിൽ അമ്മൂമ്മയാകാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പം മമ്മി എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വന്നു. മമ്മി കരഞ്ഞു. ഭയങ്കരമായിട്ട് സന്തോഷം കൊണ്ട് ഉള്ള കണ്ണീരായിരുന്നു. പിന്നീട് ചേട്ടായുടെ പപ്പേനോട് ഞാൻ പറഞ്ഞു. പപ്പയ്ക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലോട്ട് ഞാൻ വിളിച്ച് പറഞ്ഞു ഫോണിൽ, പപ്പയും അമ്മയും നിങ്ങൾ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയാവാൻ പോകാമെന്ന് പറഞ്ഞു. അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പൊക്കെ ചെയ്ത് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് വന്നു. അപ്പോൾ ഒന്നും എനിക്ക് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് എനിക്ക് എന്താ പറയുക, 6 നേരവും ഛർദി. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ഛർദി. തുപ്പിലിറക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തൊണ്ടൊക്കെ പൊട്ടി, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഒരേ കിടത്തം. ഞാൻ ഡോക്ടർ എൻ്റെ ബെഡ് റെസ്റ്റ് ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ തന്നെത്താനെ ബെഡ് റെസ്റ്റ് തന്നെയായിരുന്നു. ഫുൾ ടൈം ഉറക്കം, കിടത്തം. എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, സ്മെല്ലൊന്നും അടിക്കാൻ പറ്റുന്നില്ല, സോപ്പിൻ്റെ സ്മെല്ല് പറ്റുന്നില്ല. എന്തൊക്കെയോ ഒരു അവസ്ഥ. ഫുൾ തളർന്ന് കിടന്നുറങ്ങുക. അയ്യോ ഒന്നും പറയണ്ട. അവിടെ ഭയങ്കര ചൂടാട്ടോ. താഴ്നാട്ടിലാണ് കല്യാണം കഴിപ്പിച്ചത്. അപ്പം അവിടെ ഭയങ്കര ചൂടാണ്. അപ്പം എനിക്ക് ഒന്നും പറ്റുന്നില്ല, വെള്ളം കുടിക്കാനും പറ്റുന്നില്ല, തുപ്പിലിറക്കാൻ പറ്റുന്നില്ല. തുപ്പിലിറക്കുമ്പോൾ ഞാൻ ഛർദ്ദിക്കും. അപ്പോൾ രാത്രിയിലൊക്കെ ഒരു തുണിയിലിങ്ങനെ തുപ്പിയിരിക്കും. എനിക്ക് എന്താ പറയുക, എഴുന്നേക്കാൻ പറ്റാണ്ട് വരുമ്പോൾ തുണി എടുത്തിട്ട് തുപ്പിയിരിക്കുക. പിന്നെ അങ്ങനെയൊക്കെയായിരുന്നു. വെള്ളമൊന്നും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ മമ്മി എന്നോട് പറയും എന്തെങ്കിലും കുടിക്കുക മോളെ, എന്ന് വെച്ചാൽ എന്തെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ പിന്നെ കുഞ്ഞിന് എന്തെങ്കിലും വരും, അതുകൊണ്ട് ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞു. അപ്പം എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഒന്നും കഴിക്കാനോ കുടിക്കാനോ ഒന്നും പറ്റില്ല. കുടിക്കും, വെള്ളം ഇറക്കുമ്പോൾ തൊണ്ടവേദന എടുക്കുക, അങ്ങനെയൊക്കെ. എന്നിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സ്കാനിങ്ങിനൊക്കെ പോയപ്പം വെള്ളം നല്ലോണം കുടിക്കണം എന്നൊക്കെ പറയില്ലേ. ഞാൻ കഷ്ടപ്പെട്ട് വെള്ളം കുടിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരാം. എന്നാൽ ഞാൻ കഷ്ടപ്പെട്ട് വെള്ളം കുടിച്ച് സ്കാനിങ്ങിനൊന്നും കുഴപ്പമൊന്നുമില്ല, ഫുഡൊക്കെ കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ റെസ്റ്റ് തന്നെ. വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. അവിടെ മീൻ കറീൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിൻ്റെ സ്മെല്ല് ഒന്നും എനിക്ക് അടിക്കാൻ പറ്റില്ല. എല്ലാം അടിക്കുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരിക. എന്നിട്ട് പിന്നെ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ തൊണ്ട പൊട്ടിയാലും വേണ്ടിയില്ല, കുഞ്ഞിന് വേണ്ടി അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരിശ്രമിച്ചിരിക്കും. വെള്ളം കുടിക്കുമ്പോൾ ഛർദ്ദിക്കും. എന്നാലും ഞാൻ പിന്നെ വെള്ളം കുടിക്കും. അത് കഴിഞ്ഞ് കുറച്ച് ചേച്ചിമാരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ എന്നെ കാണാൻ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി എൻ്റെ ഈ കഴുത്തിന് താഴെ ഒരു ഓട്ട ഇട്ടേരോ, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്, കുറച്ച് വെള്ളം കുടിക്കുകയാണ്. അവർക്ക് ഞാൻ അവരോട് ഇങ്ങനെ പറയും. എനിക്ക് സങ്കടം വരും. എനിക്ക് വിശക്കുന്നുണ്ട്, പക്ഷെ ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. ഭയങ്കരമായിട്ട് തൊണ്ടയെല്ലാം പൊട്ടി, എന്താ പറയുക, വെള്ളം ഇറക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത് കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞ് 4ാമത്തെ മാസമായപ്പോൾ തൊട്ട് ഛർദി കുറച്ച് കുറഞ്ഞ് വന്നു. അപ്പം ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നു. 4ാമത്തെ മാസം വീട്ടിലോട്ട് വന്ന് കഴിഞ്ഞ് ഇപ്പം കുഴപ്പമില്ല, ഛർദിയൊക്കെ കുറവുണ്ട്. എന്നിട്ട് പിന്നെ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിക്കാൻ അത്യാവശ്യം തുടങ്ങി. 1 മാസം ഞാനിവിടെ നിന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് തിരിച്ചു പോയി. പിന്നെ കുഴപ്പമൊന്നുമില്ല, ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ ചോറും കറികളും അങ്ങനത്തെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കുറേ പേരയ്ക്ക, അത് പഴുത്ത പേരയ്ക്കൊന്നുമല്ല, ഒരു എന്താ പറയുക, പഴുക്കാത്ത പേരയ്ക്ക എനിക്കിഷ്ടമായിരുന്നു. പിന്നെ ഓറഞ്ച് ഞാൻ കുറേ കഴിക്കുമായിരുന്നു. പിന്നെ കഴിച്ചുകൊണ്ടിരുന്നത് കക്കിരിക്ക, ക്യാരറ്റ്, പിന്നെ അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, അങ്ങനത്തെ സാധനങ്ങളെ എനിക്കിഷ്ടപ്പെടുന്നുള്ളൂ. വേറെ ഒന്നും എനിക്കിഷ്ടപ്പെടുന്നില്ല. അങ്ങനെയൊക്കെ കഴിച്ചു. അടുത്ത വീഡിയോ ഞാൻ നാളെ ഇടാം കേട്ടോ, പാർട്ട് 2 ആയിട്ട്. ഇപ്പം ഭയങ്കര ഒച്ചപ്പാടാട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ കുഞ്ഞപ്പൻ. ഇപ്പോൾ ഒച്ചെടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോ ഇടാം കേട്ടോ, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്.